നടി ഹണി റോസിനെതിരെ ലൈംഗിക അധിക്ഷേപ പരാമർശം നടത്തിയ കേസിൽ അകത്തായ ബോബി ചെമ്മണ്ണൂർ ജയിലിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ വൻ PR അഭ്യാസങ്ങളായിരുന്നു പ്ലാൻ ചെയ്തത്. ജയിലിൽ നിന്ന് പുറത്തിറങ്ങുന്ന ബോച്ചെ ഇരട്ടിക്കരുത്തോടെ എത്തുമെന്ന പ്രതീതി സൃഷ്ടിക്കാനുള്ള ശ്രമങ്ങളായിരുന്നു 2 ദിവസമായി നടന്നത്. ഹൈക്കോടതിയെ പോലും ബോബി ഫാൻസ് കുറ്റം പറഞ്ഞു. എന്നാൽ ഹൈക്കോടതിയുടെ തുടർ ഇടപെടലിൽ ബോബിയുടെ PR പ്ലാനുകളെല്ലാം വെറുതെയായി. ഏറ്റവും ഒടുവിൽ കോടതിയോട് മാപ്പ് പറഞ്ഞ് പൊത്തി ഓടുന്ന ജ്വല്ലറി മുതലാളിയെ കേരളം കണ്ടു. ഫാൻസുകാർ പൊട്ടിക്കാൻ വെച്ച പടക്കങ്ങളും വെറുതെയായി. ഇന്നലെ മകരവിളക്കായതിനാൽ മാധ്യമ ശ്രദ്ധ അങ്ങോട്ട് പോകുമെന്ന് കരുതി ബോബി ഇന്നലെ പുറത്തിറങ്ങാതെ ഇന്ന് പുറത്തിറങ്ങാൻ തയ്യാറാവുകയായിരുന്നു. ഇന്ന് കൂടുതൽ വിപുലമായ സ്വീകരണവും അണിയറയിൽ ഒരുങ്ങിയിരുന്നു. എന്നാൽ രാവിലെ ഹൈക്കോടതി വടിയെടുത്തതോടെ ഈ പദ്ധതികൾ പാളി. പുറത്തിറങ്ങിയ ശേഷം വാർത്തകളിൽ നിറയാൻ ബോബി ശ്രമം നടത്തി. എന്നാൽ അതും ഹൈക്കോടതിയുടെ ഇടപെടലിൽ പൊളിഞ്ഞു. കാക്കനാട് ജില്ലാ ജയിലിന് പുറത്ത് ബോബിയുടെ ആരാധകർ പടക്കം പൊട്ടിക്കാൻ ശ്രമിച്ചതും സംഘർഷത്തിനിടയാക്കി. പോലീസുകാർ വിലക്കിയെങ്കിലും ആരാധകർ തർക്കിക്കുകയായിരുന്നു. ഇപ്പോൾ പൊട്ടിക്കും, ഹണി റോസിന്റെ ഹണി ട്രാപ്പ്, എന്തായാലും പടക്കം പൊട്ടിക്കും സാറേ എന്നാണ് ബോബിക്ക് സ്വീകരണം നൽകാനെത്തിയ ആരാധകർ പോലീസിനെ വെല്ലുവിളിച്ചുകൊണ്ട് പറഞ്ഞത്. ഓൾ കേരള മെൻസ് അസോസിയേഷന്റെ ആളുകൾ എന്ന് അവകാശപ്പെട്ടെത്തിയവരാണ് ജയിലിന് പുറത്ത് നാടകീയ രംഗങ്ങൾ സൃഷ്ടിച്ചത്. ഇവരുടെ കയ്യിൽ നിന്നും പടക്കം പോലീസ് പിടിച്ചെടുക്കേണ്ട അവസ്ഥയുണ്ടായി. അതേസമയം ഇന്നലെ വൈകിട്ട് ജാമ്യം അനുവദിച്ചിട്ടും ജയിലിൽ നിന്നും ഇറങ്ങാത്ത നടപടിയെ ഹൈക്കോടതി രൂക്ഷമായ ഭാഷയിലാണ് വിമർശിച്ചത്. മിന്നൽ വേഗതയിൽ നീക്കങ്ങൾ നടത്തിയ അഭിഭാഷകർ ബോബിയെ പുറത്തിറക്കിയായിരുന്നു. മാധ്യമ ശ്രദ്ധയ്ക്ക് വേണ്ടിയാണ് ഇതെല്ലാം എന്ന് കോടതിക്കറിയാം. നാടകം കളിച്ചാൽ ജാമ്യം റദ്ദാക്കുമെന്നായിരുന്നു ജസ്റ്റിസ് PV കുഞ്ഞികൃഷ്ണൻ പറഞ്ഞത്. ബോബിയെ അറസ്റ്റ് ചെയ്യാൻ പോലും ഉത്തരവിടാൻ കോടതിക്ക് കഴിയും. കോടതിക്ക് മുകളിലാണെന്ന തോന്നലുണ്ടെങ്കിൽ അത് ശരിയല്ലെന്നും ഹൈക്കോടതി പറഞ്ഞു. എന്നാൽ ജാമ്യം ലഭിച്ചിട്ടും ജയിലിൽ തുടർന്നതിന് കാരണം തന്റെ നല്ല മനസ്സെന്ന് സ്ഥാപിച്ച് മുഖം രക്ഷിക്കാനുള്ള ശ്രമവുമായി ബോബി ചെമ്മണ്ണൂർ രംഗത്ത് വരികയായിരുന്നു. ജാമ്യം കിട്ടിയിട്ടും ജയിലിൽ നിന്ന് പുറത്തിറങ്ങാൻ കഴിയാത്ത ചിലർ ഇപ്പോഴും ജയിലിലുണ്ട്. അവർ തന്നെ കാണാനെത്തിയെന്നും ആ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ ശ്രമിച്ചതിനാലാണ് പുറത്തിറങ്ങൽ വൈകിയതെന്നുമാണ് ജയിലിന് പുറത്ത് ബോബി മാധ്യമങ്ങളോട് പറഞ്ഞത്. ജയിലിൽ 10-26 പേരുണ്ട്. ജാമ്യം കിട്ടാൻ 5000-ഓ 10,000-ഓ രൂപയില്ലാത്തതിനാൽ വിഷമിക്കുന്നവരാണ് അവരൊക്കെ അടുത്തു വന്നു. അതൊക്കെ നമുക്ക് പരിഹരിക്കാമെന്ന് ഞാൻ അവരോട് പറഞ്ഞു. അതിനുള്ള സമയത്തിന് വേണ്ടി ഞാൻ ഒരു ദിവസം കൂടി ജയിലിൽ നിന്നു, അത്രയുള്ളൂ എന്ന് ബോബി ചെമ്മണ്ണൂർ പ്രതികരിച്ചു. ജാമ്യം കിട്ടിയിട്ടും പുറത്തിറങ്ങാതെ വൈകിപ്പിച്ചത് കോടതി ലക്ഷ്യമല്ലേ എന്ന് ചോദിച്ചപ്പോൾ അല്ല എന്നായിരുന്നു ബോബിയുടെ പ്രതികരണം. വലിയ സ്വീകരണം ഒരുക്കി പുറത്തിറങ്ങാനുള്ള ബോബിയുടെ നീക്കമാണ് ഹൈക്കോടതി ഇടപെടലിൽ പൊളിഞ്ഞത്. ബോച്ചയുടെ വേഷത്തിൽ ആളുകളെ എത്തിച്ച് മോചനം വലിയ ആഘോഷമാക്കാനും പദ്ധതിയുണ്ടായിരുന്നു. കെട്ടിപ്പിടിച്ച് കരയാൻ വരെ ആളുകളെ ഏർപ്പാടാക്കി. ബോബി പുറത്തിറങ്ങിയെങ്കിലും മാപ്പ് പറയിക്കാതെ ഹൈക്കോടതി പിന്മാറിയില്ല. ഒടുവിൽ ജാമ്യ ഉത്തരവിന് പിന്നാലെയുണ്ടായ നാടകീയ സംഭവങ്ങളിൽ കോടതിയിൽ നിരുപാധികം മാപ്പ് പറഞ്ഞാണ് ബോബി തടിയൂരിയത്. കോടതി സ്വമേധയാ എടുത്ത കേസ് പരിഗണിച്ച ജസ്റ്റിസ് PV കുഞ്ഞികൃഷ്ണന്റെ മുൻപിലാണ് അദ്ദേഹത്തിന്റെ അഭിഭാഷകൻ ക്ഷമാപണം നടത്തിയത്. ഇതോടെ ക്ഷമാപണം സ്വീകരിച്ച കോടതി ഈ കേസിലെ തുടർ നടപടികൾ അവസാനിപ്പിക്കുകയായിരുന്നു. ബോബി ചെമ്മണ്ണൂർ ഇനി വാ തുറക്കില്ലെന്നാണ് അദ്ദേഹത്തിന്റെ അഭിഭാഷകൻ കോടതിക്ക് ഉറപ്പ് നൽകിയത്. നിരുപാധികം മാപ്പ് നൽകണമെന്നും അപേക്ഷിച്ചു. മാധ്യമങ്ങളെ കണ്ടപ്പോൾ ബോബിക്ക് നാക്കു പിഴച്ചതാണെന്നും കോടതിയെ അപമാനിക്കാൻ ഉദ്ദേശിച്ചതല്ലെന്നും അഭിഭാഷകൻ കോടതിയിൽ പറഞ്ഞു. തുടർന്നാണ് കോടതി മാപ്പ് സ്വീകരിച്ച് സ്വമേധയാ എടുത്ത് കേസ് തീർപ്പാക്കിയത്. കോടതിക്കെതിരെ യുദ്ധപ്രഖ്യാപനം നടത്തേണ്ടെന്നും ജസ്റ്റിസ് PV കുഞ്ഞികൃഷ്ണൻ ബോബിയുടെ അഭിഭാഷകനെ ഓർമ്മിപ്പിച്ചു. കോടതിയോട് യുദ്ധം വേണ്ടെന്നായിരുന്നു ഹൈക്കോടതി ബോബിയുടെ അഭിഭാഷകനോട് പറഞ്ഞത്. ഒളിമ്പിക്സ് മെഡൽ കിട്ടിയ പോലെയാണ് ബോബി ചെമ്മണ്ണൂർ പെരുമാറിയതെന്നും ഹൈക്കോടതി പറഞ്ഞു.